ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് വ്യാപിച്ചതോടെ ശനിയാഴ്ച ടെഹ്റാനിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി. തലസ്ഥാനമായ മെഹ്റാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിമാനത്താവളത്തിലെ ടാർമാക്കിൽ വിമാനങ്ങൾ കത്തുന്നതായും പുകപടലങ്ങൾ ഉയരുന്നതായും സോഷ്യൽ മീഡിയ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ടെഹ്റാനിലെ സർക്കാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രതിരോധസേന IDF വിപുലമായ ആക്രമണ പരമ്പരയാണ് നടത്തിയത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ തീവ്രതയിൽ വീടുകൾ കുലുങ്ങിയതായും പുകപടലങ്ങൾ നഗരത്തിനു മുകളിൽ ഉയർന്നതായും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. മിസൈൽ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന കെർമൻഷാ നഗരത്തിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ തിരിച്ചടിയുണ്ടായത്. ടെൽ അവീവിൽ തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇസ്രായേലിന്റെ അടിയന്തര സേവന വിഭാഗമായ മാഗൻ ഡേവിഡ് അഡോം അറിയിച്ചു. യുദ്ധം 7ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിലും ബെയ്റൂട്ടിലും ബോംബാക്രമണം തുടർന്നു. ജെറുസലേമിലും സ്ഫോടന ശബ്ദങ്ങൾ പ്രതിധ്വനിച്ചു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ യുദ്ധത്തിലെ ഏറ്റവും വലിയ ബോംബിംഗ് കാമ്പയിൻ ഉണ്ടായേക്കാമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സൂചിപ്പിച്ചു. ഫെബ്രുവരി 28 നടന്ന US-ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും മറ്റ് മുതിർന്ന നേതാക്കളും കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം അതീവ ഗുരുതരമായത്. ഇതിനു പ്രതികാരമായി ഇറാൻ വിവിധ അറബ് രാജ്യങ്ങളിൽ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടത്തിവരികയാണ്. ഇറാന്റെ സൈനിക ശേഷിയും ആണവ പദ്ധതികളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്.